ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാനാസ് സ്പൈസസ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ടേസ്റ്റി മഷ്റൂം കറിയാണ്. ഇഷ്ടമാണോ മഷ്റൂം? ഈ കറി മഷ്റൂം ഇഷ്ടമില്ലാത്തവർക്കും കൂടി ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കറി, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കറി. അപ്പോൾ വേഗം റെസിപ്പിയിലേക്ക് കിടക്കാം. ഇന്ന് റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്കൊരു ഫേസ്ബുക്ക് പേജ് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ റിലേഷനിൽ എൻ്റെ ഒരു അമ്മായി ഒരു പേജാണ് കേട്ടോ ഇത്, ജസീലാസ് ഫുഡ് ഫാക്ടറി. അപ്പോൾ എറണാകുളം ആലുവ വരെ കേറ്ററിംഗ് നടത്തുന്ന ഒരു പേജാണ്. അപ്പോൾ ഒരുപാട് ഐറ്റംസിൻ്റെ സ്നാക്സും പാർട്ടി ഫുഡ്സും ഉണ്ട്, സ്നാക്ക് ഐറ്റംസും ഉണ്ട്. അതുപോലെ തന്നെ ഫ്രോസൺ ഫുഡ്സും സപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഫ്രോസൺ ആയിട്ട് മേടിച്ചിട്ട് വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ പാർട്ടിക്ക് കേറ്ററിങ്ങും നടത്തുന്നുണ്ട്. ജസീലാസ് ഫുഡ് ഫാക്ടറി ഒരുപാട് വെറൈറ്റി സ്നാക്സും വീട്ടിലുണ്ടാക്കിയ പോലത്തെ നല്ല ഹോംലി ഫുഡായിട്ടുള്ള ഐറ്റംസൊക്കെയാണ്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ. ജസീലാസ് ഫുഡ് ഫാക്ടറി, എറണാകുളം ആലുവ സൈഡിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പേജ് ചിലപ്പോൾ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം മഷ്റൂം കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്. നല്ല സിമ്പിളായിട്ട് വേഗം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടി ഒരു 400 to 450 grams മഷ്റൂം വേണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്വിസ് ബ്രൗൺ മഷ്റൂംസ് ആണ്. വൈറ്റ് ബട്ടൺ മഷ്റൂംസ് ആയാലും എടുക്കാം. അപ്പോൾ ഞാനിത് കഴുകി അതിൻ്റെ ആ സ്റ്റെം എടുത്ത് മാറ്റുന്നുണ്ട്. സ്റ്റെം വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഞാനത് ഇത്തിരി കട്ടിയുള്ളതുകൊണ്ട് അത് യൂസ് ചെയ്യണില്ല. നന്നായിട്ട് കഴുകി എന്നിട്ട് വെള്ളം ഒന്ന് സ്ക്വീസ് ചെയ്ത് കളയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ചങ്ക്സ് ആയിട്ട് കട്ട് ചെയ്യണം. ഒരുപാട് തിന്നായിട്ട് സ്ലൈസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ കറിയിലേക്ക് അതിങ്ങനെ വല്ലാണ്ട് ഉടഞ്ഞു പോവും. ഇതുപോലത്തെ ചങ്ക്സ്. എന്നിട്ട് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കുറച്ച് നേരം ഒന്ന് പറ്റി വെച്ചാൽ മതി. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആവണം. അത്ര നേരം മതി. അത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ ചെറിയൊരു സവാള, 3 വലിയ അല്ലി വെളുത്തുള്ളി, ചെറുതാണെങ്കിൽ അതനുസരിച്ച് എടുക്കണം, പിന്നെ 1.5 ഇഞ്ചിൻ്റെ ഇഞ്ചി. ഇതെല്ലാം കൂടി ചെറിയ മിക്സി ജാറിലേക്ക് വെള്ളം ചേർക്കാതെ അരച്ച് നല്ല പേസ്റ്റ്, ഇതുപോലത്തെ നല്ലൊരു വൈറ്റ് പേസ്റ്റ് ആയിട്ട് കിട്ടും. അത് നമുക്ക് ആദ്യം മാറ്റി വയ്ക്കാം. പിന്നെ 1 ടൊമാറ്റോ നന്നായിട്ട് തിളപ്പിച്ച് അതിൻ്റെ സ്കിന്നിങ്ങനെ പീൽ ചെയ്ത് വരുന്ന വരെയും തിളപ്പിച്ച് സ്കിൻ മാറ്റിയിട്ട് നമുക്ക് സെയിം മിക്സി ജാറിലേക്ക് ഇട്ട് അതും ഒരു പ്യൂറയാക്കി ഗ്രൈൻഡ് ചെയ്തെടുക്കാം. മാറ്റി വെച്ചു. അപ്പോൾ ഇവിടെ ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. അതിലൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ, എന്തെങ്കിലും റിഫൈൻഡ് ഓയിൽ, ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഓയിൽ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് മഷ്റൂം ഇട്ട് കൊടുക്കാം. ഇത് ഈ ഓയിലിലിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അപ്പം നമുക്ക് കഴുകിയപ്പോൾ നന്നായിട്ട് സ്ക്വീസ് ചെയ്തിട്ട് വെള്ളം കളഞ്ഞിട്ടില്ലെങ്കിൽ കുറച്ചധികം വെള്ളം വരും. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഒരു 2 മിനിറ്റ് ഇത് നമുക്ക് അതിൻ്റെ വെള്ളത്തോടുകൂടി തന്നെ ഒരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. വീണ്ടും 2 ടേബിൾ സ്പൂൺ ഓയിൽ പാനിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ സവാള, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അതിൻ്റെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. ഒരു 1 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പച്ചമണം ഒക്കെ മാറി. ഇനി ഇതിലേക്ക് നന്നായിട്ട് അടിച്ചു വെച്ച തൈര് 3 ടേബിൾ സ്പൂൺ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ തൈര് ഇതിലേക്ക് ചേർന്ന് പോണ വരെ മിക്സ് ചെയ്യണം. എന്നിട്ട് 2ാമത്തെ ടേബിൾ സ്പൂൺ വീണ്ടും ഇതേപോലെ തന്നെ മിക്സ് ചെയ്യണം. ഒരുമിച്ച് ഇടാണ്ട് നോക്കണം, അല്ലെങ്കിൽ ഒരു പിരിഞ്ഞ കൺസിസ്റ്റൻസി കിട്ടും നമുക്ക്. വീണ്ടും മിക്സ് ആയതിന് ശേഷം 3ാമത്തെ ടേബിൾ സ്പൂണും കൂടി ചേർത്ത് വീണ്ടും ഇതുപോലെ ഡിസോൾവ് ആയി പോണ വരെ മിക്സ് ചെയ്തെടുക്കണം. 3 ടേബിൾ സ്പൂൺ തൈര് മതിയാവും. ഇതുപോലെ ഒന്ന് ആയി കിട്ടണ വരെ. എന്നിട്ട് നമുക്ക് ആ ടൊമാറ്റോ പ്യൂറേ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും. അതുവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് സ്പൈസസും കൂടി ചേർക്കാം. 2 ടീസ്പൂൺ വീണ്ടും കാശ്മീരി മുളക് പൊടി,
ഇത് എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ 2 ടീസ്പൂണാണ് ചേർക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗരം മസാല ഉപയോഗിക്കാം. അപ്പോൾ പൊടികളും കൂടി ചേർത്തത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച മഷ്റൂംസിൽ നിന്നുള്ള ആ ലിക്വിഡ് മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കാം, ആ ജ്യൂസസ് മാത്രം. വീണ്ടും ഇതൊന്ന് തിളച്ച് ആ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം, 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എൻ്റെ മെഷറിംഗ് കപ്പ് എന്ന് പറഞ്ഞാൽ 1 കപ്പ് 240 മില്ലിയുടെ കപ്പാണ്. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് മഷ്റൂം തിരിച്ചിടാം. പിന്നെ നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്ത് ആ കറി ഒന്ന് കുറച്ച് കട്ടിയാവണ വരെയും ഒന്ന് വറ്റി വരുന്ന വരെയും കുക്ക് ചെയ്തെടുത്താൽ മതി. ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തിളച്ച് വരുമ്പോൾ ആ പാകത്തിനൊരു കട്ടി വെക്കും. കറിക്ക് ഇങ്ങനെ കുറുകി വരും. എന്നിട്ട് ഏറ്റവും അവസാനം 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് തിളച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് നല്ല ഫ്രഷ് മല്ലിയില വെച്ചിട്ട് ഇത് ഗാർണിഷ് ചെയ്യാം. മഷ്റൂം കറി റെഡി. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണിത്. ചപ്പാത്തി, പൊറോട്ട, നാൻ അല്ലെങ്കിൽ ചോറ്, പുലാവ് ഇതിനായിട്ടൊക്കെ നന്നായിട്ട് ചേരും. നല്ലൊരു വെജിറ്റേറിയൻ കറിയാണ്. ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടുക. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.